അന്ന് കേസ് പിൻവലിപ്പിച്ചതിന് ശേഷം ലേക്ക് ഷോർ ആശുപത്രി അധികൃതരായിട്ട് ബന്ധപ്പെട്ടിരുന്നോ പിന്നെ എപ്പോഴെങ്കിലും? ഞാന് ശ്രീ എസ് കെ അബ്ദുള്ളയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പുറത്തു പറയണം. ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ വന്നെന്നുള്ളത് പുറത്തു പറയണം അവരത്തെ. ഞാന് ശ്രീ എസ് കെ അബ്ദുള്ളയെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കോമ്പൻസേഷൻ തന്നു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കേസ് കൊടുക്കുക, എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അസുഖം വരുന്ന കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ലേക്ക് ഷോറിനില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഇതിലെ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇതിൽ ഇടനിലക്കാരനായത്? അത് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ ആയില്ലോ, ഒന്നുകൂടി പറയാമോ? ഏത് രാഷ്ട്രീയ നേതാവാണ് ഇടനിലക്കാരനായത് ഈ കേസ് പിൻവലിപ്പിക്കാൻ? ലേക്ക് ഷോർ ആശുപത്രി അധികൃതർക്കും അതുപോലെ രഞ്ജുവിൻ്റെ കുടുംബത്തിനും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച ആരാണ്? ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആരാണ്? പ്രവർത്തിച്ചതല്ല, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇവരിങ്ങനെ ചെറിയൊരു തുക തന്നിട്ട് നിങ്ങൾ ഇതുവരെ കൊടുത്ത കേസ് എല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തു. ആര് പറഞ്ഞു? അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ ആണ്. അതെനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. 2020 ഒരു മന്ത്രി തന്നെയാണ് ഇടപെട്ടത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. പിൻവലിക്കാൻ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എസ് കെ അബ്ദുള്ളനെ കണ്ടപ്പോൾ തന്നു, ഇത്രയും തുക തന്നിട്ട് കേസ് പിൻവലിച്ചതായിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. അത് ഇങ്ങനെ ഈ പറഞ്ഞ ആള് അതിന്റെ ഒരു ഇടപാടുമില്ല, അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല.